ഹായ് എവ്രി വൺ, എല്ലാവർക്കും നോക്ക് റെസിപ്പി ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വിഷു സ്പെഷ്യലായ വിഷുക്കട്ടയുമായിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നോക്ക് റെസിപ്പി ചാനലിന്റെ വക ഐശ്വര്യപൂർണ്ണമായ വിഷു ആശംസകൾ. അപ്പോൾ വിഷുക്കട്ട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഉണങ്ങല്ലരി അല്ലെങ്കിൽ പായസ റൈസ് ആണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം നമുക്ക്. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് നാളികേരം, 1 കപ്പ് ചെറിയ ചൂടുവെള്ളം ചേർത്ത് ഞാൻ നല്ല ഫൈനായി അരച്ചെടുക്കുന്നുണ്ട്. നാളികേരം അരച്ചെടുക്കുമ്പോൾ ഞാനൊരു കാര്യത്തിൽ വിട്ടുപോയിരുന്നു. ഞാനൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്താണ് നാളികേരം അരച്ചെടുക്കാറ്. ചെറിയ ജീരകത്തിന്റെ ആ ഒരു ഫ്ലേവർ കിട്ടാനും നമുക്കിത് കഴിച്ചുണ്ടാകുന്ന അസിഡിറ്റി പോലുള്ള ഇഷ്യൂസ് ഇല്ലാതിരിക്കാനും നമുക്ക് ഈ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുത്ത് ഞാനിത് വീണ്ടും ഒന്ന് നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട്. നാളികേരം അരച്ചെടുത്ത ശേഷം ഇതിന്റെ 1/4 പാലും 2/2 പാലും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയെടുത്ത് വെക്കണം. 1/4 പാൽ ഞാൻ ഇവിടെ മാറ്റിയെടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഈ നാളികേരത്തിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് വീണ്ടും 2/2 പാലും 3/4 പാലും ഒന്നുകൂടി ഞാൻ പിഴിഞ്ഞ് മാറ്റിയെടുത്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വിഷുക്കട്ട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. വിഷുക്കട്ട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉരുളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ ഈ പാനിലേക്ക് ആദ്യം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിന്റെ അളവൊക്കെ ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാറ്റി വെച്ചിരുന്ന 2/2 പാലും 3/4 പാലും കൂടി 1/2 കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ പാല് ചേർത്ത് കൊടുത്ത ശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഞാൻ വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ തിളവന്ന് തുടങ്ങിയാൽ ഈ പാൻ മൂടി വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോ ടൈമർ ഒരു 20 മിനിറ്റ് ആണ് മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇടയ്ക്ക് പാനിന്റെ മൂടി തുറന്ന് നമുക്ക് വേവ് ഒന്ന് ചെക്ക് ചെയ്യാം. കാരണം ഓരോരുത്തരുടെയും കയ്യിലുള്ള അരിക്ക് അനുസരിച്ച് അരിയുടെ വേവിന് വ്യത്യാസം ഉണ്ടാവും. ഞാനിത് ഉണങ്ങലരി അല്ലെങ്കിൽ പച്ചരി വെച്ചിട്ടും ചെയ്യാറുണ്ട്. തേങ്ങാപ്പാലിന് പകരം നാളികേരം ചേർത്ത് കൊടുത്ത് ഞാനിതുപോലെ പച്ചരി വെച്ച് ഉണ്ടാക്കാറുണ്ട്. ഇനി നമുക്ക് മൂടി ഒന്ന് തുറന്ന് ഇതിന്റെ വേവ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ചേർത്ത് കൊടുത്ത 2/2 പാലും 3/4 പാലും ഒക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. അരി വെന്തിട്ടില്ല കേട്ടോ, ഒന്നുകൂടി വേവണം. ഇനി സ്റ്റവ് ലോ ഫ്ലെയിമിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്ത് ഞാൻ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന 1/4 പാൽ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ അളന്ന് നോക്കിയപ്പോൾ ഒരു 1/4 കപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ 1/4 പാൽ പിഴിഞ്ഞത്. ഇനി ഇതുപോലെ ഇത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് വീണ്ടും വേവിച്ചെടുക്കണം. ഞാൻ മൂടി വെച്ച് തന്നെയാണ് വേവിക്കുന്നത്. കറക്റ്റ് 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ ഈ ഒരു പരിവായിട്ടുണ്ട് നമ്മുടെ വിഷുക്കട്ട. ഞാൻ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 20 മിനിറ്റ് നമുക്ക് അരിയും കറക്റ്റ് വേവായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരുടെയും കയ്യിലുള്ള അരി വേവാനായിട്ട് 20 മിനിറ്റ് തന്നെ എടുക്കണമെന്നില്ല. അരിക്കനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരാം. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അരി വെന്തില്ലെങ്കിൽ നമ്മുടെ വിഷുക്കട്ട ടേസ്റ്റും ഉണ്ടാവില്ല. വല്ലാണ്ട് വേവ് കൂടാനും പാടില്ല അരി. അപ്പൊ ആ ഒരു പാകത്തിന് വേണം നമ്മൾ എടുക്കാൻ. അപ്പൊ ഇങ്ങനെ കുറച്ചെടുത്ത് നമുക്കൊന്ന് കടിച്ചു നോക്കിയാൽ കറക്റ്റ് വേവായിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഒരു സ്റ്റീലിന്റെ പ്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ തടവി കൊടുത്തിട്ടുണ്ട്. അതിന് മീതേക്ക് കുറച്ച് ചെറിയ ജീരകം ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാനിൽ നിന്ന് വിഷുക്കട്ട ഇതിലേക്ക് പരത്തി കൊടുക്കാം. ഇത് ഇതുപോലെ പരത്തി എടുത്തു വെച്ചാൽ കുറച്ച് നേരം കഴിഞ്ഞ് ഇതൊന്നുകൂടി വലിഞ്ഞു കിട്ടും. അപ്പോൾ നമ്മുടെ വിഷുക്കട്ട നല്ല സെറ്റായി കിട്ടും. ഇതുപോലെ എല്ലാ ഭാഗവും ഈവണായിട്ട് തന്നെ പരത്തിയെടുക്കണം. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറിയ ശേഷം നമുക്കിത് ഇനി കഷ്ണങ്ങളായിട്ട് മുറിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ വിഷുക്കട്ട ഇതുവരെ ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. ഒപ്പം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.